ഹലോ. അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ? അന്നേരം എന്താ ഞാൻ പറയാ, ഇന്നിപ്പോ എന്തിനാ ഞാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ വന്നാണ് കേട്ടോ. എല്ലാരും ഒന്ന് കണ്ടിട്ട് പോകാന്നൊക്കെ വിചാരിച്ചു വന്നാണ്. കുറെ കാലയിലെ കണ്ടിട്ട്. അപ്പൊ കുറെ ആയിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. ഉം, പുതിയ ജോബ്, പുതിയ സ്ഥലത്തേക്കുള്ള ചേഞ്ചസ് എല്ലാം ആയിട്ട് ആകപ്പാടെ എന്താ പറയാ ടൈറ്റ് ആയിരുന്നു ഷെഡ്യൂൾ എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് പുതിയ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. എനിവേ, ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഏകദേശം ഒരു മാസമായി. പഴയ സ്ഥലത്ത് നിന്ന് ഇപ്പൊ പുതിയ ഒരു ഹോസ്പിറ്റലിലേക്ക് ചേഞ്ച് ആയി വന്നതാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അതിനെ എങ്ങനെ നേരിടാന്നുള്ള അതിന്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാന്ന് വിചാരിച്ചിട്ട് കുറെ ദിവസമായി ഞാൻ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു ഐഡിയയും കിട്ടുന്നില്ല. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന വേസ്റ്റ് ബിന്ന് അത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലാണ് വെച്ചിരിക്കുന്നത്. കാരണം ഇതൊരു അപ്പാർട്ട്മെന്റ് ടൈപ്പ് സംഭവമാണ്. അപ്പൊ ഇതിന്റെ പുറകിലേക്ക് നമുക്ക് വേസ്റ്റ് ബിൻ വെക്കാൻ വേണ്ടിയിട്ട് സ്ഥലമില്ല. അതുകൊണ്ട് ഈ വീടിന്റെ തന്നെ ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ വേസ്റ്റ് ബിൻ വെച്ചേക്കുന്നത്. അതിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഫുള്ള് മറ്റേ എന്താ പറയാ ബാറ്, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. നൈറ്റ് പാർട്ടി ക്ലബ്സ് ഒക്കെയാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ബിയറും കാര്യങ്ങളും എല്ലാം കഴിച്ചിട്ട് ആ ബോട്ടിലും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് നമ്മുടെ വേസ്റ്റ് ബിന്നിലേക്ക് തള്ളും. ഇവർ കഴിച്ച ഫുഡിന്റെ പാർട്സ്, പിന്നെ അതിന്റെ പേർപ്പസും കാര്യങ്ങളും അതൊക്കെ സഹിക്കാം, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പക്ഷെ ഈ ബിയറിന്റെ ബോട്ടിൽസ് കൊണ്ടിടുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ആ വേസ്റ്റ് ബിന്ന്, അതായത് മാനേജ്മെന്റ് ഉണ്ടല്ലോ, അവര് ഗ്ലാസ് അക്സെപ്റ്റ് ചെയ്തില്ല. സോ ഇതെല്ലാം കൂടെ ഞാൻ എടുത്തു വെക്കേണ്ട അവസ്ഥയായി. അപ്പൊ ഞാൻ അവരെ വിളിച്ചു പറഞ്ഞപ്പോ അവരെന്നോട് പറഞ്ഞു ഗ്രാവിറ്റി ലോക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് എന്താ പ്രശ്നം വെച്ചാല്, ഞാൻ ആ ഗ്രാവിറ്റി ലോക്ക് അന്വേഷിച്ചിട്ട് ഒന്നാമത് കിട്ടാനില്ല. പിന്നെ ആമസോൺ വഴിയൊക്കെ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. അത് വരാൻ വേണ്ടിയിട്ട് കുറെ ദിവസം എടുക്കും. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഡ്രില്ലും കാര്യങ്ങളൊക്കെ വേണം തോന്നുന്നു ഫിക്സ് ചെയ്യാൻ. എനിക്ക് അതിനെ കുറിച്ച് കാര്യമായിട്ട് അറിയത്തില്ല. അപ്പൊ വേറൊരു സൊല്യൂഷൻ എന്തായിരിക്കും ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചുമ്മാ ഇങ്ങനെ നമ്മുടെ യൂട്യൂബ് വഴി ഇങ്ങനെ തപ്പിയപ്പോ ഒരു പുള്ളി, ഒരു ഇംഗ്ലീഷുകാരൻ, മേ ബി ഐറിഷുകാരനായിരിക്കും, എനിക്കറിയില്ല. എനിവേ, പുള്ളി വന്നിട്ട് നമ്മുടെ സൈക്കിൾ ചെയിൻ ഇട്ടിട്ട് ഒരു ലോക്ക് അതിൽ ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ വെച്ചാൽ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന്. എനിവേ, അപ്പൊ അതൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇനി ഞാൻ വിചാരിക്കുന്നത്. ചുമ്മാ നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലെ? ശരി എന്നാ, ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഇതാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന സൈക്കിൾ ചെയിൻ കേട്ടോ. എല്ലാവർക്കും അറിയാലോ, സെയിം ലൈക്ക് ഇതിവിടെ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട്, ഇതാകുമ്പോൾ ഇതിവിടെ ലോക്ക് ചെയ്തിടാന്നൊക്കെയാണ് എൻ്റെ പ്ലാന്. പക്ഷെ ഇത് എത്രമാത്രം വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇത് നിങ്ങൾ കാണും. ഇതെല്ലാം അപ്പോൾ അതിൽ ഞാൻ എടുത്തു വെച്ചേക്കുന്ന ബോട്ടിലുകളാണ്. പക്ഷെ ഇതിപ്പോൾ ആരും കയറി വന്നിട്ടുണ്ട് വിചാരിക്കും ഞാനാണ് ഇതെല്ലാം അടിക്കുന്നത് കേട്ടോ. അങ്ങനെ കൂടെ ഒരു പ്രശ്നമുണ്ട്. എനിവേ, അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. ഇവിടെ ഇങ്ങനെയായിട്ടാണ് ഈ വീലി ബിന്ന് വെച്ചേക്കുന്നത് കേട്ടോ. പക്ഷെ ഇത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സംഭവമില്ല. ഇതുണ്ടല്ലേ, ഇതിലിങ്ങനെ ആളുകൾ കൊണ്ടുവന്ന് സാധനങ്ങളെല്ലാം തള്ളിയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ ഇതിലേ ഒരു ലോക്ക് ഇട്ടിട്ട്, ഇതിലേ ഇത് എടുത്തിട്ട് ഇവിടെ മാത്രം ഹോള് കൊടുത്തിട്ട് ഇവിടുന്ന് ടൈറ്റ് ചെയ്ത് എടുക്കാന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. എനിവേ, നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. സോ ഫസ്റ്റ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു മെഴുകുതിരി കത്തിച്ചെടുക്കാം. കാരണം നമുക്ക് അതിനൊരു ഹോൾ ഇടണമല്ലോ. അപ്പോൾ വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല. എനിവേ, എന്നിട്ട് ഇതാണ് ഞാൻ എടുത്തേക്കുന്ന ടൂൾ. ഈ ഒരു ടൂൾ മാത്രമേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളൂ. ഇതിൽ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി നോക്കാം. ഇതിപ്പോൾ എത്രമാത്രം വർക്കാവുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ അറിയില്ല. ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാന്ന് മാത്രം. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. പക്ഷെ എന്ത് കണ്ടുപിടിക്കും എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. എനിവേ, ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് നല്ലൊരു അബദ്ധം പറ്റി കേട്ടോ. എൻ്റെ ഹെഡ്സെറ്റ് എന്തോ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാനത് അറിഞ്ഞില്ല, ഫുള്ള് പറഞ്ഞു പോയി. പക്ഷെ പിന്നെയാണ് അറിഞ്ഞത് റെക്കോർഡ് ആവുന്നുണ്ടായിരുന്നില്ല എന്ന്. അപ്പൊ ഞാനാണെങ്കിൽ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അത് ചൂടാക്കി ചെയ്യാൻ നോക്കിയിട്ടൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ ബോർഡിന് നല്ല കട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് താഴ്ന്ന് മുകളിലേക്ക് വലിച്ചു കയറ്റി കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് താഴെ പോയിട്ട് ഒരു ഡ്രില്ല് വാങ്ങിയിട്ട് വന്നു. ഡ്രില്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തോ സിംഗിൾ ആയിട്ട് വരുന്ന ഒരു സംഭവമായിരുന്നു അത്. ഞാനിതൊന്നും ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. എനിവേ, ഞാനത് വാങ്ങിച്ചിട്ട്
നോക്കി. അപ്പോൾ അതിൽ പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മളത് ചൂടാക്കുന്ന സമയത്ത് തൊടരുത്, തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8ന്റെ പണി കിട്ടും, കൈയടക്കം പൊള്ളിപ്പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇത് ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് കെയർഫുൾ ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്തത്. എനിവേ ഞാനത് കറണ്ടിൽ കുത്തി ചൂടാക്കാൻ വെച്ചു. അപ്പോൾ ചൂടാവും തൊട്ട് നോക്കാനൊന്നും പറ്റത്തില്ലായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്നൊരു മണം വരുന്നുണ്ടായിരുന്നു. ആ മണം വന്നപ്പോൾ ഞാൻ അതിൽ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിന്നിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. പിന്നെ അതിൻ്റെ ഹോളെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സൈക്കിൾ ചെയിൻ എടുത്തിട്ട് അതിലേക്ക് ഇടാൻ നോക്കിയിട്ടോ. അപ്പോൾ ആദ്യമൊക്കെ കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ടായിരുന്നു, എന്ന് വെച്ചാൽ കയറുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ആ ഹോളും ഞാൻ ഇട്ട ആ ഒരു ഹോളും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടായിരുന്നു. സോ പിന്നെ ഞാൻ അതിൻ്റെ ആ ഒരു സ്റ്റീലിൻ്റെ സംഭവം ഉണ്ട്, അത് വലിച്ചു വരാൻ നോക്കി, പക്ഷെ സ്റ്റിൽ കയറുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ അതിന് ഹോളിട്ടു, കുറച്ചൊരു വലുതാക്കി. അപ്പോൾ ഇവിടെയാണ് മഴയാണ് കേട്ടോ. അങ്ങനെ ഞാനിതെല്ലാം വലിച്ചു കയറ്റി ഒരുവിധം സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ബിന്നിനെ ചെയ്തിട്ടുള്ളൂ, ഒരെണ്ണത്തിന് ചെയ്തിട്ടുള്ളൂ. ഒന്ന് ഫുഡിൻ്റെ ബോധം ഉണ്ടാവുമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു, ഇത് കാണുമ്പോൾ തന്നെ. എനിവേ നോക്കാം. സോ ഇതിങ്ങനെ വെച്ചേക്കണേ. ഇവിടെ നമുക്ക് പിന്നെ ലോക്ക് അവർ കളക്ട് ചെയ്യാൻ വരുന്ന ദിവസം തുറന്നാൽ മതിയല്ലോ. പിന്നെ റീസൈക്കിളിനും വെച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ വെച്ചിട്ടില്ല, ഇത് നമ്മൾ ഫുഡ് വേസ്റ്റ് മാത്രമായതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോയിട്ടില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നത്. ഇൻ കേസ് അങ്ങനെ ഈ ഒരു ബോട്ടിലും കൂടെ വീഴുകയാണെങ്കിൽ നമുക്ക് അന്നേരം അപ്പം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഗാഗൽത്തമല കയറി അതിൻ്റെ മുകളിൽ കൊണ്ടുവച്ചാണ് നമ്മൾ ഡ്രില്ല് ചെയ്തത് കേട്ടോ. സോ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് ഇന്നത്തെ കുഞ്ഞു വീഡിയോ. ചുമ്മാ ഞാൻ ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലൊക്കെ ഉപകാരപ്പെട്ടാലോ. അപ്പോൾ ഇനി ആരും അതിൽ കൊണ്ടുപോയിട്ട് വേസ്റ്റ് ഇടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ഗ്രാവിറ്റി ലോക്ക് ആണെങ്കിലും ഓർഡർ ചെയ്യാനുള്ള ടൈം ഉള്ള. എന്താ പ്രശ്നം വെച്ചാൽ ഇനിയിപ്പോൾ ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് ഇവിടെ ഫുൾ പാർട്ടി ആയിരിക്കും, എല്ലാവരും കുപ്പി കൊണ്ടുവന്നതിലിടും. അപ്പം ഞാനാകെ പെട്ടുപോകും. നമുക്ക് എനിവേ വേസ്റ്റ് നമ്മൾ പൈസ കൊടുത്തിട്ടാണ് പിന്നെ എടുക്കുന്നത്. അപ്പം വേസ്റ്റ് ഇത്ര കിലോയിൽ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് റേറ്റ് കൊടുക്കണം. അപ്പം നമ്മൾ യൂസ് ചെയ്യാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. സോ അതൊക്കെ കൊണ്ടാണ്. എനിവേ അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇഷ്ടമാകാൻ മാതിരിയുള്ള കണ്ടന്റ് ഒന്നും അല്ല, ജസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു യൂഷ്വൽ കാര്യം ഏതെങ്കിലും തരത്തിൽ ഒരാൾക്ക് ഉപകാരപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ടെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ, ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.